കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വാദ്യോപകരണ ശില്പശാല സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. കലാചാര്യനിൽ നിന്നും വാദ്യോപകരണങ്ങൾ നേരിട്ട് അറിയാനാണ് മേളവിശേഷം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ഏറ്റവും കാലികമായിട്ടുള്ള വർത്തമാനകാലത്തിൻ്റെ എല്ലാ സാധ്യതകളും ക്ലാസ് മുറികളിൽ ഉപയോഗപ്പെടുത്താൻ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാധ്യതകൾ ഉൾപ്പെടെ, ഇപ്പോൾ AI ആണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ വരെ ക്ലാസ് മുറികളിൽ ലഭിക്കുന്ന ഒരു കാലത്താണ് ഇന്നത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടേറെ സംഗീത പരിപാടികൾ, നൃത്ത പരിപാടികൾ നേരിട്ട് കാണാൻ സാധിക്കാത്തവർ TV-യിലെങ്കിലും വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. തിലാന്നൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കാളികളായത്. ചെണ്ട, ചേങ്ങില, ഇലത്താളം, തബല, മൃദംഗം, വയലിൻ, വീണ, പുല്ലാങ്കുഴൽ, ഹാർമോണിക്ക, മെലോഡിക്ക, ഗിറ്റാർ, കീബോർഡ്, ഇടക്ക, തർബുക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങൾ വിവിധ കലാകാരന്മാർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സംഗീതോപകരണങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറി. പഴയ നിരത്ത് മലയാള കലാനിലയം ഹാളിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷനായി. KC ഹരിപ്രസാദ്, K ജിസ്ന, റോജിഷ ധനേഷ്, PV അനിൽ, വിനോദ് നരോത്ത്, P കുമാരൻ, TP ഗംഗാധരൻ, സുരേഷ് ആയിത്തര, സുഭാഷ് മഞ്ചക്കൽ, RNV വർഷ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.